ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുകേഷ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കുറച്ചധികം സന്തോഷത്തോടെയാണ്. നമുക്കറിയാം ഫേസ് 1 എന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസ് ഫേസ് 1 എക്സാമിനേഷൻ നമ്മൾ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞപ്പോഴത്തേക്ക് എക്കണോമിക്സിൽ നിന്ന് ഏകദേശം 5ഓളം മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വന്നത്. അപ്പോൾ ഈ 5 മാർക്കിൻ്റെ ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്ത ടോപ്പിക്കിൽ നിന്നാണ് വന്നതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്കറിയാം ഈ ഒരു ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷനോട് സംബന്ധിച്ച് നമ്മളൊരു മിറാക്കിൾ ക്രാഷ് കോഴ്സ് ബാച്ച് 1 തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ മിറാക്കിൾ ബാച്ച് 2ലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ബാച്ച് 1ൽ ഏകദേശം 4 മണിക്കൂർ, അതായത് 4 മണിക്കൂറിൻ്റെ 2 ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ട് എടുത്തത് മിറാക്കിൾ ബാച്ച് 1ൽ. അപ്പോൾ ഓരോ മണിക്കൂറിലും നിങ്ങൾക്ക് കിട്ടിയത് ഓരോ മാർക്ക് വീതമായിരുന്നു. അതായത് ഏകദേശം 5ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സാമിനേഷന് വന്നത്. ഈ മിറാക്കിൾ ബാച്ചിനകത്തും തന്നെ ഈ ഒരു 4 മണിക്കൂറിനകത്തും തന്നെ നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യൻസിനുള്ള 4 മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചു. 1 മാർക്ക് 5 ഇയർ പ്ലാൻസ് സംബന്ധിച്ചായിരുന്നു. 5 ഇയർ പ്ലാൻസ് കൃത്യമായിട്ട് റെക്കോർഡഡ് നോക്കി പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ റെക്കോർഡഡ് ക്ലാസ്സിനകത്തു നിന്നുള്ള 5th 5 ഇയർ പ്ലാൻ സംബന്ധിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു 5ാമതായിട്ട് വന്നത്. അങ്ങനെ 5ൽ 5 മാർക്കും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഏകദേശം 40 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ നേടിയിരിക്കുകയാണ്. അങ്ങനെ ആ നേടിയത് എങ്ങനെയായിരുന്നു ഇനിയിപ്പം ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ശ്രദ്ധക്കുറവോ മറ്റ് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഇനി ശരിക്കുള്ള രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു ആ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളൊരു രീതിയും പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളും കൂടി ഡിസ്കസ് ചെയ്യാനാണ് ഈ വീഡിയോ ഇപ്പം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി കണ്ടന്റിലേക്ക് പോവാം. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് ഫേസ് 1 അതിൻ്റെ ക്വസ്റ്റ്യൻ അനാലിസിസിൽ 1ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും നികുതി വരുമാനവും നികുതി ഇതര വരുമാനത്തെ സംബന്ധിച്ചുള്ളതായിരുന്നു നമ്മൾ ഫേസ് ചെയ്ത ആദ്യത്തെ എക്കണോമിക്സ് ചോദ്യം എന്ന് പറയുന്നത്. ഇനി ടാക്സ് റവന്യൂവും നോൺ ടാക്സ് റവന്യൂവുമാണ്. അപ്പം ഇതേ സംബന്ധിച്ചുള്ളൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു പോയതാണ്. അത് ഗവൺമെൻറ് ബജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷനകത്ത് ക്യാപിറ്റൽ ബജറ്റും റവന്യൂ ബജറ്റും പഠിപ്പിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അതുകൂടാതെ തന്നെ മിറാക്കിൾ ബാച്ചിനകത്ത് ക്വസ്റ്റ്യൻ ടൈപ്പിൽ തന്നെ ഞാൻ ഈ ഒരു ഏകദേശം ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്തത്. അതിൻ്റെ ആൻസറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. 1ാമത്തെ ചോദ്യം, നികുതി വരുമാനം വ്യക്തികളിൽ നിന്നും ബിസിനസ്സുകളിൽ നിന്നുമാണ് ഈടാക്കുന്നത്. അപ്പോൾ 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കാം. നികുതി വരുമാനം എന്നത്, ടാക്സ് എന്നത് വ്യക്തികളിൽ നിന്നും ബിസിനസ്സുകളിൽ നിന്നുമാണ് ഈടാക്കുന്നതെന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിനകത്തെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ടാക്സ് പഠിപ്പിച്ച സമയത്ത് നമ്മൾ ഇൻകം ടാക്സിനെ പറ്റി പഠിച്ചിരുന്നു. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സുകളെ പറ്റി മറ്റ് ടാക്സുകളെ പറ്റിയും പഠിച്ചിരുന്നു. ഇൻകം ടാക്സ് എന്നത് വ്യക്തികൾ കൊടുക്കുന്നതും കോർപ്പറേറ്റ് ടാക്സ് എന്നത് ബിസിനസ്സുകൾ കൊടുക്കുന്നതുമല്ലേ. ഇതിലും നല്ല ഉദാഹരണങ്ങളില്ലല്ലോ. അപ്പോൾ അത് ശരിയാണ്, അത്രയും വരെ ശരിയാണ്. എന്നാൽ നികുതി ഇതര വരുമാനം ബിസിനസ്സുകളിൽ നിന്ന് മാത്രമാണ് ഈടാക്കുന്നത്. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നികുതി ഇതര വരുമാനത്തിനകത്ത് വരുന്നത് ഡിവിഡൻഡ്, പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ലോണ് എന്നിവയൊക്കെയാണ്. ഓക്കെ, നികുതി ഇതര വരുമാനത്തിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇതിനകത്ത് ഡിവിഡൻഡ് വരുന്നുണ്ട്, പ്രോഫിറ്റ് വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ലോണ് വരുന്നുണ്ട് എന്നീ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ബിസിനസ്സുകളിൽ നിന്ന് മാത്രമാണോ ഈ വരുമാനം വരുന്നതെന്നായിരുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇവിടെ നോക്കിയേ, ഫീസ്, വ്യത്യസ്തമായിട്ടുള്ള ഗവൺമെൻറ് സേവനങ്ങൾ നമുക്ക് തരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫീസാണ് നികുതി ഇതര വരുമാനത്തിനകത്ത് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഫീസുകൾ എന്തൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് പെനാൽറ്റി, നമുക്ക് എന്തെങ്കിലും പെനാൽറ്റികൾ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നോ മോട്ടോർ വെഹിക്കിളിൻ്റെ ഭാഗത്തു നിന്നുള്ള പെനാൽറ്റികൾ, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഫീസുകൾ, അതായത് പാസ്പോർട്ട് സേവനവുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ വെഹിക്കിൾ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടതോ എന്ത് ഫീസോ ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ് നോൺ ടാക്സ് റവന്യൂയിലേക്കാണ് ആഡ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഡിവിഡൻഡ് എന്നത് ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിൽ കൂടി ഫീസ് എന്നത് ഇൻഡിവിജ്വൽസും പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫീസ് എന്നത് ഇൻഡിവിജ്വൽസും ഇവിടെ പേ ചെയ്യുന്നുണ്ട്. ശരി, അപ്പോൾ നമുക്ക് ഔട്ടാക്കി കളയാൻ കഴിയുമായിരുന്നല്ലോ. 1ാമത്തെ പോയിന്റിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്കിത് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഇനി 2ാമത്തെ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. നികുതി വരുമാനം സർക്കാർ നിർബന്ധിതമായി ഈടാക്കുന്ന നികുതികളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്. ടാക്സ് പഠിപ്പിച്ചപ്പോൾ തന്നെ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സിലും ഉണ്ട്. ടാക്സ് പഠിപ്പിച്ചപ്പോൾ തന്നെ ഞാനത് പറഞ്ഞിരുന്നു. നികുതി എന്നത് നിർബന്ധിതമായിട്ട് ഈടാക്കുന്ന ഒരു കാര്യമാണ്. അത് ഇൻകം ടാക്സ് ആക്ടിനകത്ത് 1961 പെടുന്നതാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ടാക്സ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നിയമപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു പോയിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇനി 2ാമത്തെ പാർട്ടിലോട്ട് വന്നാലോ.
അതേസമയം നികുതി ഇതര വരുമാനം സർക്കാർ സേവനങ്ങൾ, ഫീസ്, നിക്ഷേപങ്ങൾ എന്നിവ വഴി ലഭിക്കുന്നതാണ്. ശരിയാണ്, നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്, നികുതി ഇതര വരുമാനം എന്നത് സർക്കാർ സേവനങ്ങൾ വഴിയും ഫീസ്, നിക്ഷേപങ്ങൾ എന്നിവ വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ പോയിന്റിനകത്ത്, ഈ ഒരു സെൻറ്റൻസിനകത്ത് നമ്മൾ തെറ്റ് കാണുന്നില്ല. ഇനി നമുക്ക് ബാക്കി 2 പോയിന്റിലേക്ക് പോവാം. അപ്പോൾ ഇത് നമുക്ക് ശരിയാണ് എന്നുള്ള അസംഷനിലേക്ക് എത്താം. ഇനിയിപ്പോൾ 3ാമത്തെ പോയിന്റ് വായിച്ചില്ലെങ്കിൽ കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി 4ാമത്തെ പോയിന്റിലേക്ക് നോക്കി. നികുതി ഇതര വരുമാനത്തിൽ പിഴകളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉൾപ്പെടുന്നു, എന്നാൽ പലിശ വരുമാനം ഉൾപ്പെടുന്നില്ല. നികുതി ഇതര വരുമാനത്തിനകത്ത് പലിശ വരുമാനം എന്നത് എത്ര കൃത്യമായിട്ടാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. നിങ്ങൾക്ക് തന്ന ക്വസ്റ്റിനകത്ത് പലിശ പിരിവുകൾ തുടങ്ങിയവ ഉൾപ്പെടുന്നു എന്നത് കൃത്യമായിട്ടുള്ള ആൻസർ ആയിരുന്നു. നമ്മൾ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിരുന്നു. ആ ഒരു ക്വസ്റ്റ്യനകത്തെ 1ാമത്തെ പോയിന്റ് ആയിരുന്നു പലിശ പിരിവുകൾ തുടങ്ങിയവ ഇതിനകത്ത് ഈ ഒരു റവന്യൂ അക്കൗണ്ടിന്റെ നോൺ ടാക്സ് റെസിപ്റ്റിനകത്ത് വരുന്നു എന്നത് നമ്മൾ പറഞ്ഞു പോയിരുന്നു. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ ഇത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ് എന്ന്. അങ്ങനെ 4ാമത്തെ പോയിന്റ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണെന്നും 2ാമത്തെ പോയിന്റ് ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണെന്നും നമുക്ക് മനസ്സിലായി. ഇനി ഒന്ന് എലിമിനേറ്റ് ചെയ്ത് നോക്കി. 4 തെറ്റാണ്, 2 ശരിയാണ്. മനസ്സിലായില്ലേ? 2 ശരിയാണ്, 4 തെറ്റാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ നമുക്ക് ഡി എലിമിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞു, സി എലിമിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ എയോ ബിയോ മാത്രം നോക്കേണ്ട ആവശ്യമേ ഉള്ളൂ. നമ്മൾ 3ലോട്ട് പോകേണ്ട കാര്യം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എയും ബിയും നമ്മൾ നോക്കി അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബി ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ഈ ക്വസ്റ്റൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ പോരായിരുന്നോ? അപ്പോൾ അത്രയ്ക്ക് സിമ്പിളായിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ചോദ്യമായിരുന്നു ഇത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പെട്ടെന്നൊന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പോവാം. ഓൾറെഡി നമ്മുടെ ഒരു പറഞ്ഞു പോയ സ്ലൈഡ് തന്നെ എടുക്കാം. നമ്മുടെ ബജറ്റ് എന്ന് പറയുന്നത് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, റവന്യൂ ബജറ്റും ക്യാപിറ്റൽ ബജറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, റവന്യൂ ബജറ്റും ക്യാപിറ്റൽ ബജറ്റും. ഇനി റവന്യൂ ബജറ്റിലേക്ക് വരാം. റവന്യൂ എന്നാൽ ദൈനംദിനമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയാണ്, അല്ലെങ്കിൽ ദൈനംദിനമായിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് പൊക്കോണ്ടിരിക്കുന്ന കാര്യങ്ങളെയാണ് ഈ റവന്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെക്കറിങ് എന്നാണ് റവന്യൂവിൻ്റെ അർത്ഥമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. റെക്കറിങ്. ഇവിടെ ക്യാപിറ്റലിലേക്ക് വരുമ്പോഴത്തേക്ക് മൂലധനവുമായിട്ട് ബന്ധപ്പെട്ട് ലോങ് ടേം കാഴ്ചപ്പാടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതോ ചെലവഴിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് ക്യാപിറ്റൽ ബജറ്റിനകത്ത് വരുന്നത്. മൂലധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ശരി, റവന്യൂവിനകത്ത് റെസീപ്റ്റും ഉണ്ട്, എക്സ്പെൻഡിച്ചറും ഉണ്ട്, വരവും ഉണ്ട്, ചെലവും ഉണ്ട്. ഇനി വരവെന്താണ്? ഒന്നെങ്കിൽ അത് ടാക്സ് വരുമാനമായിരിക്കണം, അല്ലെങ്കിൽ അത് ടാക്സ് ഇതര വരുമാനമായിരിക്കണം. ടാക്സ് വരുമാനം നമുക്കറിയാം, ഒന്നെങ്കിൽ അത് ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. ഗവൺമെന്റിന് കിട്ടുന്ന എല്ലാ ടാക്സ് വരുമാനവും, ഡയറക്റ്റ് ടാക്സ് ആയിക്കോട്ടെ ഇൻഡയറക്റ്റ് ടാക്സ് ആയിക്കോട്ടെ, ഇത് ടാക്സ് വരുമാനത്തിനകത്ത് പെടുന്നത്. ഇനി നോൺ ടാക്സ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പോയി, ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു, ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ് ഓൺ ലോണ്, ഫീസ് തുടങ്ങിയവ എല്ലാ കാര്യങ്ങളും, ടാക്സ് ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ദൈനംദിനമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നോൺ ടാക്സ് റവന്യൂവിനകത്ത് ഉൾപ്പെടുന്നു. ഇനി എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? ഗവൺമെന്റിന് ദൈനംദിനമായിട്ട് ചെലവാക്കേണ്ടി വരുന്ന തുകയാണ്. ഗവൺമെന്റ് ഓഫീസേഴ്സിന് സാലറി കൊടുക്കണം, സബ്സിഡി കൊടുക്കണം, അവർക്ക് പെൻഷൻ കൊടുക്കണം, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ഉണ്ട്, ഓഫീസുകൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസുകളുണ്ട്, പെട്രോൾ അടിക്കാൻ പോലത്തെ മിസലേനിയസ് എക്സ്പെൻസ് ഉണ്ട്. അങ്ങനെ എല്ലാ ചെലവുകളും ദൈനംദിനമായിട്ട് ഗവൺമെന്റ് ഇൻക്വയറി ചെയ്തിട്ടുള്ള എല്ലാ ചെലവുകളും കൂടെ കൂട്ടിയിട്ടാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ റെസീപ്റ്റിലേക്ക് പോവാം. ക്യാപിറ്റൽ റെസീപ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ബോറോവിങ്സ് അല്ലെങ്കിൽ ലോണ്, നമ്മൾ ലോൺ എന്തെങ്കിലും തിരിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ റിക്കവറി ഓഫ് ലോണ്. ഒന്നാമത്തേത് ബോറോവിങ്സ് ആണ്, രണ്ടാമത്തേത് ലോണിൻ്റെ റിക്കവറി ആണ്, ഇനി മൂന്നാമത്തേത് സെയിൽ അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ എന്തെങ്കിലും ഒരു അസറ്റ് വിൽക്കുകയോ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അതും ഈ ക്യാപിറ്റൽ റെസിപ്റ്റിനകത്ത് വരും. അപ്പോൾ ഒന്നെങ്കിൽ ഇതിനെ അസറ്റ് കുറയ്ക്കുന്ന സാധനങ്ങളാണ്. സെയിൽ എടുത്തു കഴിയാം, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ അസറ്റ് കുറയും. അപ്പോൾ ഒന്നെങ്കിൽ അസറ്റ് കുറയുന്നതോ അല്ലെങ്കിൽ ലൈബിലിറ്റി കൂട്ടുന്നതോ, നമ്മൾ ലോൺ എടുത്ത ലൈബിലിറ്റി കൂടും. അപ്പോൾ അസറ്റ് കുറയുന്നതോ ലൈബിലിറ്റി കൂടുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് ക്യാപിറ്റൽ റെസിപ്റ്റിനകത്ത് വരുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ എന്താ വരുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ എന്താണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ, നമ്മൾ നടത്തുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ, റോഡ്, അങ്ങനത്തെ റോഡുകൾ പണിയുക, ബ്രിഡ്ജസ് പണിയുക, കനാലുകൾ പണിയുക, അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ വികസനങ്ങൾ. പിന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ബിൽഡിങ്ങുകളോ മറ്റു കാര്യങ്ങളോ പർച്ചേസ് ചെയ്യുകയാണ്, അസറ്റ് പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ പർച്ചേസസ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ അസറ്റ് കുറയുകയായിരുന്നുവെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പണം ചിലവാക്കുന്നു, അസറ്റാണ് മേടിക്കുന്നത്, അസറ്റ് കൂടുന്നു. ഓക്കെ, അസറ്റ് കൂടുകയോ ലൈബിലിറ്റി കുറയുകയോ ആണെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്.
ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പോവാം. റവന്യൂ റെസീപ്റ്റ് ഉണ്ട്, എക്സ്പെൻഡിച്ചർ ഉണ്ട്. അതായത് റവന്യൂ വരുമാനമുണ്ട്, റവന്യൂ ചിലവുണ്ട്. വരുമാനത്തിനകത്ത് ടാക്സും വരും, നോൺ ടാക്സും വരും. ഇനി റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ സാലറി, സബ്സിഡി തുടങ്ങിയവ. ഇനി ക്യാപിറ്റൽ ബജറ്റിനകത്ത് ക്യാപിറ്റൽ റെസീപ്റ്റ് ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിനോ ഇൻവെസ്റ്റ്മെൻറ്റിനോ വേണ്ടി പണം ചിലവഴിക്കുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇനിയിപ്പോൾ ക്യാപിറ്റൽ റെസീപ്റ്റ് നോക്കിയാലോ, നമ്മുടെ കടം മേടിച്ച പണം, അല്ലെങ്കിൽ നമ്മൾ കടം കൊടുത്ത് തിരിച്ചു പിടിച്ച പണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അസറ്റ് വിറ്റ് വഴി നമുക്ക് കിട്ടിയ പണം, ഇതെല്ലാം ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആ പഠിച്ചു പോയ കാര്യത്തിൻ്റെ ഒരു ചുരുക്കരൂപം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് ഗവൺമെൻറ് ബജറ്റ് കൃത്യമായി പഠിച്ചിട്ടേ പോകാവുള്ളൂ. കഴിഞ്ഞ UPSC പ്രിലിംസിനും ഈ ഒരു ഗവൺമെൻറ് ബജറ്റിൽ നിന്ന് കൃത്യമായിട്ടുള്ള ചോദ്യം ഉണ്ടായിരുന്നു. നമ്മൾ പഠിച്ചു പോയതാണ്. പക്ഷേ ഇനിയിപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് വരുമാന കമ്മിയും ധനക്കമ്മിയും, അതായത് റവന്യൂ ഡെഫിസിറ്റും ഫിസ്ക്കൽ ഡെഫിസിറ്റും തമ്മിലുള്ള വ്യത്യാസത്തെ സംബന്ധിച്ചായിരുന്നു. ഇനിയിപ്പോൾ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒന്നാമത്തെ പോയിന്റ് നോക്കാം. റവന്യൂ കമ്മി ഉണ്ടാവുന്നത് റവന്യൂ വരുമാനം റവന്യൂ ചിലവിനേക്കാൾ കുറവാകുമ്പോഴാണ്. ഓക്കെ, അതേസമയം ധനക്കമ്മി പ്രതിനിധീകരിക്കുന്നത് കടബാധ്യത കൂടാതെയുള്ള ആകെ വരവിൽ നിന്ന് അധികമായി വരുന്ന ആകെ ചെലവാണ്. അവിടെ നിൽക്കട്ടെ. റവന്യൂ കമ്മി ആകെ വരുമാനത്തിനും ആകെ ചെലവിനും ഇടയിലുള്ള വ്യത്യാസമാണ്. അതേസമയം ധനക്കമ്മി പൊതുകടം ഒഴിച്ചുള്ള നികുതി വരവുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തെ രണ്ടാമത്തെയും പോയിന്റ് നമുക്ക് ആദ്യം അനലൈസ് ചെയ്യാം. ഓക്കെ, അതിൽ രണ്ടാമത്തെ പോയിന്റ് ആദ്യം എടുക്കാം. ശരി, റവന്യൂ കമ്മി ആകെ വരുമാനത്തിനും ആകെ ചെലവിനുമുള്ള ഇടയിലുള്ള വ്യത്യാസമാണ്. അതേസമയം ധനക്കമ്മി എന്നാൽ എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളതിൽ ചെറിയൊരു സംശയം. ധനക്കമ്മി പൊതുകടം ഒഴിച്ചുള്ള നികുതി വരുമാനവുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, പൊതുകടം ഒഴിച്ചുള്ള നികുതി വരുമാനവുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ധനക്കമ്മി അല്ലെങ്കിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ്? നമ്മൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് പറയുന്ന സമയത്ത് അവിടെ നികുതി വരുമാനം മാത്രമല്ല റവന്യൂ റെസീപ്റ്റ് മൊത്തത്തിലാണ് ഉൾപ്പെടുന്നത്. റവന്യൂ റെസീപ്റ്റിനകത്ത് നമ്മൾ പഠിച്ചു ടാക്സ് ഉണ്ട്, നോൺ ടാക്സ് ഉണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞ എന്താണ്? നികുതി വരുമാനം മാത്രമാണ്. നികുതി ഇതര വരുമാനം ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നികുതി വരുമാനം മാത്രമല്ല ഇതിനകത്ത് ഉൾപ്പെടുന്നത്, നികുതി ഇതര വരുമാനം ഉൾപ്പെടുന്നു എന്നുള്ളൊരു ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് തന്നെ നമുക്കിത് ഔട്ടാക്കാമായിരുന്നു. ഇനി ഒന്നാമത്തേതിനകത്ത് എന്താ പറയുന്നത്? ധനക്കമ്മി, റവന്യൂ കമ്മി ഉണ്ടാവുന്നത് റവന്യൂ വരുമാനവും ചെലവിനുമായിട്ടുള്ള വ്യത്യാസമാണ്. ശരിയാണ്. രണ്ടാമത്തേത് ധനക്കമ്മി പ്രതിനിധീകരിക്കുന്നത് കടബാധ്യത കൂടാതെയുള്ള ആകെ വരവിൽ നിന്ന്. അപ്പോൾ കടബാധ്യത ഇല്ലാത്ത ആകെ വരവ് മൈനസ് ചെലവ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ശരിയാണോ? അത് കടം വാങ്ങേണ്ട തുകയുമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്നാണ് ഞാനത് ക്ലാസ്സിൽ പറഞ്ഞത്. അതായത് നമ്മൾ എത്ര രൂപയാണോ കടം വാങ്ങേണ്ടത് എന്നത് കണ്ടുപിടിക്കുന്നതാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞത്. കടം വാങ്ങിയ തുക കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് കടം വാങ്ങിയ തുക ഇല്ല. ബോറോവിങ്സ് എത്രയാണ് വേണ്ടതെന്ന് കണ്ടുപിടിക്കുന്നതാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. മനസ്സിലായില്ലേ? വായ്പ ആവശ്യകതയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ബോറോവിങ്സ് ഇതിനകത്ത് ഉൾപ്പെടത്തില്ല. കാരണം എന്താണ്? ഇത് ബോറോവിങ്സ് എത്ര രൂപയാണെന്ന് കണ്ടെത്തുന്ന എമൗണ്ടാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അപ്പോൾ ഇത് ശരിയല്ലേ? കടബാധ്യത കൂടാതെയുള്ള ആകെ വരവിൽ നിന്ന് അധികമായി വരുന്ന ചെലവാണ്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ അല്ലേ ശരി? ഇനി നമുക്ക് 3ലേക്കും 4ലേക്കും പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് ശരി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാവാനുള്ള സാധ്യതയും ഞാൻ പറഞ്ഞിരുന്നു. ഇനി അടുത്ത ചോദ്യത്തിൽ നമ്മൾ നോക്കിയത് എന്താണ്? ദേശീയ വരുമാനം എന്താണ് അറിയപ്പെടുന്നത്? അതായത് എന്താണ് ദേശീയ വരുമാനത്തിൻ്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടേം എന്താണ് എന്നാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ആ ക്വസ്റ്റ്യനാണ് ഈ കാണുന്നത്. അതായത് വിപണി വിലയിൽ മാർക്കറ്റ് പ്രൈസിൽ ദേശീയ വരുമാനവും അറ്റദേശീയ ഉൽപ്പന്നവും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ ആ ഒരു ലൈവ് ക്ലാസ്സിൽ നമ്മൾ കണ്ടുപിടിച്ച എന്താണ്? അതായത് NNP-FCയും NNP-MP തമ്മിലുള്ള വ്യത്യാസമാണ്. ആ വ്യത്യാസം കണ്ടുപിടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു നാഷണൽ ഇൻകം എന്നാൽ NNP-FC ആയിരിക്കും. ഇതിനകത്ത് കണ്ടില്ലേ? ദേശീയ വരുമാനവും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പം ദേശീയ വരുമാനം എന്താണെന്ന് ഞാൻ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞു NNP-FC ആണ്. അതേ NNP-FC ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ എന്താണ് ദേശീയ വരുമാനം? NNP-FC ആണ്. ഇനിയിപ്പോൾ ഈ ചോദ്യം നമ്മൾ ഫേസ് ചെയ്ത് ഇങ്ങനെയായിരുന്നു, NNP-MPയും FCയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഫാക്ടർ കോസ്റ്റിലേക്ക് എത്തണമെങ്കിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാൽ മതി. ഓക്കെ, അതായത് ഫാക്ടർ കോസ്റ്റിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടിയാൽ മാർക്കറ്റ് പ്രൈസ് കിട്ടും, കുറച്ചാൽ ഫാക്ടർ കോസ്റ്റ് കിട്ടും. ഇനി അടുത്തത്
5 ഇയർ പ്ലാൻസിനെ സംബന്ധിച്ചായിരുന്നു അടുത്ത ചോദ്യം. റെക്കോർഡഡ് ക്ലാസ്സിനകത്തു നിന്ന് 5 ഇയർ പ്ലാൻസ് നിങ്ങൾക്ക് മിറാക്കിൾ ബാച്ചിൽ കിട്ടിയത് ലൈവ് ക്ലാസ് മാത്രമായിരുന്നില്ല, റെക്കോർഡഡ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 4 മണിക്കൂറിൻ്റെ സെക്ഷൻസിൽ നമ്മൾ ബാക്കി കവർ ചെയ്തപ്പോൾ 5 ഇയർ പ്ലാൻസ് റെക്കോർഡഡ് നോക്കി പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ റെക്കോർഡിനകത്തെ 5 ഇയർ പ്ലാൻസിൻ്റെ ചോദ്യമാണ് ഈ 19ാമത്തെ ചോദ്യമായിട്ട് വന്നത്. ഗരീബി ഘടാവോ എന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായിട്ട് ലക്ഷ്യമിട്ട പദ്ധതി ഏതായിരുന്നായിരുന്നു ചോദ്യം. അതിനകത്ത് 3, 4, 5, 6 എന്നീ 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ്സിനകത്ത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം 5ാം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രീവിയസ് ഇയർ ആണ്. ഓക്കെ, അപ്പോൾ ഗരീബി ഹഠാവോ എന്ന സ്ലോഗൻ 5ാം പദ്ധതിയുമായിട്ട്, 5ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം 5ാമത്തെ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. 3ാമത്തെ പദ്ധതി ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. 3ാമത്തെ പദ്ധതിയുടെ വർഷം എന്ന് പറയുന്നത് 1961 മുതൽ 1966 വരെയാണ്. ഇനി 3ാമത്തെ പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ കേന്ദ്രീകരിച്ച് എന്താണ് ഫുഡ് പ്രൊഡക്ഷൻ കേന്ദ്രീകരിച്ച് പ്ലാൻ ചെയ്ത ഒരു 5 ഇയർ പ്ലാൻസ് ആയിരുന്നു ഈ തേർഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡ് പ്രൊഡക്ഷൻ മാത്രമല്ല, ഈ ഫുഡ് പ്രൊഡക്ഷൻ അത് പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആയിരുന്നു വീറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക, വീറ്റ് പ്രൊഡക്ഷന് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുക. ഇതോടൊപ്പം തന്നെ വന്ന 1965-66 സമയത്താണ് ഗ്രീൻ റവല്യൂഷൻ വരുന്നത്. അപ്പോൾ ഗ്രീൻ റവല്യൂഷൻ വന്നത് ഏത് 5 ഇയർ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് തേർഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. ഇനി ഇൻഡസ്ട്രിയൽ സെൽഫ് റിലയൻസും ഫുഡ് പ്രൊഡക്ഷനിൽ സെൽഫ് സഫിഷ്യൻസി. ഓക്കെ, ഫുഡ് പ്രൊഡക്ഷനിൽ സെൽഫ് സഫിഷ്യൻസിയും ഇൻഡസ്ട്രിയൽ സെൽഫ് റിലയൻസും. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയിലും ഫുഡിലും നമ്മൾ ഒരു സ്വയം പര്യാപ്തത കണ്ടുവെക്കുക, സ്വയം പര്യാപ്തതയിലേക്ക് എത്തുക എന്നതായിരുന്നു തേർഡ് 5 ഇയർ പ്ലാൻസിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ശരി, ഇനിയിപ്പോൾ ഈ തേർഡ് 5 ഇയർ പ്ലാൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗാഡ്ഗിൽ യോജന എന്നും അറിയപ്പെടുന്നു. ഗാഡ്ഗിൽ യോജന നിലവിൽ വന്നത് ഏത് 5 ഇയർ പ്ലാനിലാണ് എന്നൊരു ചോദ്യത്തിന് നിങ്ങൾക്ക് തേർഡ് 5 ഇയർ പ്ലാൻ എന്ന് ഉത്തരം എഴുതാൻ കഴിയണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേത് ഇത് ഫുഡ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, തേർഡ് 5 ഇയർ പ്ലാൻസ്. ഇനി രണ്ടാമത്തെ എന്താണ്? ഗ്രീൻ റവല്യൂഷൻ വന്നു, സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് ഗ്രെയിൻസ് ആൻഡ് സെൽഫ് റിലയൻസ് ഇൻ ദി ഇൻഡസ്ട്രിയൽ സെക്ടറാണ് തേർഡ് 5 ഇയർ പ്ലാൻ മുന്നോട്ട് വെച്ചത്. ഗാഡ്ഗിൽ യോജന വരുന്നത് തേർഡ് 5 ഇയർ പ്ലാൻസിലാണ്. അതുപോലെ തന്നെ വീറ്റ് പ്രൊഡക്ഷനാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഗ്രീൻ റവല്യൂഷൻ്റെ പിതാവ് നിങ്ങൾക്കറിയാം, ഓക്കെ, MS സ്വാമിനാഥൻ. പിന്നെ നാലാമത്തെ 5 ഇയർ പ്ലാൻ, 5 ഇയർ പ്ലാൻസ് നമുക്കറിയാം 1969 മുതൽ 1974 വരെയായിരുന്നു നാലാമത്തെ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. ശരി, ഇനി 1969 ഇവിടെ ബാങ്ക് നാഷണലൈസേഷൻ നടക്കുന്നത്. 1969 ഇവിടെ ISRO വരുന്നത്. ഓക്കെ, ഇനി 1969 മുതൽ 1974 വരെ നടന്ന ഫോർത്ത് 5 ഇയർ പ്ലാൻസിലാണ് ഇവിടെ വൈറ്റ് റവല്യൂഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വൈറ്റ് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പറേഷൻ ഫ്ലഡ് ഈ കാലയളവിലാണ് നടത്തപ്പെടുന്നത്. ഓപ്പറേഷൻ ഫ്ലഡ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡും ഈ കാലയളവിലാണ് വരുന്നത്. ഓക്കെ, ഇനി വൈറ്റ് റവല്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ. ശരി, അപ്പോൾ 1969 നാഷണലൈസേഷൻ ഓഫ് ബാങ്ക് വരുന്നു, പിന്നെ ISRO വരുന്നു, വൈറ്റ് റവല്യൂഷൻ നടക്കുന്നു, ഓപ്പറേഷൻ ഫ്ലഡ് ഇതിനകത്താണ് വരുന്നത്, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡും ഫോർത്ത് 5 ഇയർ പ്ലാൻ സംബന്ധിച്ചാണ് വരുന്നത്. ഇനി 66 മുതൽ 69 വരെയുള്ള കാലഘട്ടങ്ങളിൽ പ്ലാൻ ഹോളിഡേ ആയിരുന്നു. ആ സമയത്ത് 5 ഇയർ പ്ലാൻസ് നടന്നിട്ടുമില്ല. ഇനിയിപ്പോൾ അടുത്ത 5 ഇയർ പ്ലാൻസിലേക്ക് പോവാം. 5ാമത്തെ 5 ഇയർ പ്ലാനാണ് അടുത്തത് വരുന്നത്. നമ്മുടെ ചോദ്യപേപ്പറിൽ നമ്മൾ ഫേസ് ചെയ്ത 5 ഇയർ പ്ലാൻ 1974 മുതൽ 79 വരെയായിരുന്നു 5ാമത്തെ 5 ഇയർ പ്ലാൻ. പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയ ഒരേ ഒരു 5 ഇയർ പ്ലാൻസ് ആയിരുന്നു 5ാമത്തെ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. അടിയന്തര അവസ്ഥക്കാലത്ത് നിലവിലുണ്ടായിരുന്ന 5 ഇയർ പ്ലാൻ ഇതും ഫിഫ്ത്ത് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. ഈ സമയത്ത് ഫിഫ്ത്ത് 5 ഇയർ പ്ലാൻ സമയത്ത് പോവർട്ടി അലിവിയേഷൻ ആയിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, പോവർട്ടി അലിവിയേഷൻ ആയിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോവർട്ടി അലിവിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് മിനിമം സീഡ് പ്രോഗ്രാം, കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ICDS 20 പോയിന്റ് പ്രോഗ്രാം,
തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതായിട്ട് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ MSP അല്ലെങ്കിൽ മിനിമം സീഡ് പ്രോഗ്രാം വരുന്നത് 1974 പിന്നെ കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം വരുന്നത് 1974 ICDS പോലെയുള്ള സ്ഥാപനങ്ങൾ വരുന്നത് 1975 കാലഘട്ടങ്ങളിലാണ്. പിന്നെ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ഓക്കെ, ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം 1977. ശരി, ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം 1977 നിലവിൽ വരുന്നത് 5ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗരീബി ഘടാവോ എന്ന സ്ലോഗൻ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. 20 പോയിന്റ് പ്രോഗ്രാം ആരാണ് മുന്നോട്ട് വെച്ചത്? ഇന്ദിരാഗാന്ധിയാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇത്രയും പോയിന്റാണ് പ്രധാനപ്പെട്ട 5ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി അടുത്തത് നോക്കാം. 6ാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 6ാമത്തെ പഞ്ചവത്സര പദ്ധതി 1980-85 വരുന്നു. ഓക്കെ, പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി കാരണം 79-80 സമയത്തെ പഞ്ചവത്സര പദ്ധതി നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 80-85 പിന്നീട് പഞ്ചവത്സര പദ്ധതി നടക്കുന്നത്. അങ്ങനെ 80-85 നടന്നിട്ടുള്ള 6ാമത്തെ 5 ഇയർ പ്ലാൻ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കിയാൽ അത്രയും നാൾ ഉണ്ടായിരുന്ന നെഹ്റുവിയൻ സോഷ്യലിസം മാറിയിട്ട് ലിബറലൈസേഷനിലേക്ക് പോയ ഒരു സമയമായിരുന്നു എന്ത് 6ാമത്തെ പഞ്ചവത്സര പദ്ധതി തുടങ്ങിയത് മുതൽ. അപ്പോൾ ലിബറലൈസേഷനിൽ പോയി. പക്ഷേ അതേ സമയത്താണ് 2ാം ബാങ്ക് നാഷണലൈസേഷൻ വരുന്നത്. 1980 ബാങ്ക് നാഷണലൈസേഷൻ വീണ്ടും വരുന്നു. 1969 ഒന്നാമത്തേത് വരുന്നു, രണ്ടാമത്തേത് 1980 സമയത്ത് ബാങ്ക് നാഷണലൈസേഷൻ വരുന്നു. പിന്നീട് തുടങ്ങിയ കാര്യങ്ങളാണ് NREP, RLEGP, നബാർഡ്. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ആൻഡ് നബാർഡ് തുടങ്ങിയ സ്ഥാപനങ്ങൾ. ഓക്കെ, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, നബാർഡ് തുടങ്ങിയ കാര്യങ്ങൾ എവിടെയാണ് വരുന്നത്? 6ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കീഴിലാണ് വരുന്നതെന്ന് പ്രധാനമായിട്ട് ഓർക്കുക. അപ്പോൾ അതാണ് 3, 4, 5, 6 തുടങ്ങിയ പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി 20ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഫൈനൽ ചോദ്യത്തിലേക്ക് വരുമ്പോൾ നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരുന്നു. നമ്മൾ മിറാക്കിൾ ബാച്ചിലാണെങ്കിലും അതുപോലെ തന്നെ എക്കണോമിക്സിൻ്റെ മാരത്തോൺ ക്ലാസ് നമ്മൾ 1 മണിക്കൂർ ഏകദേശം നമ്മൾ എക്കണോമിക്സിന് 45 മിനിറ്റോളമുള്ള മാരത്തോൺ ലൈവ് ക്ലാസ്സിലും ഇതേ കാര്യം പറഞ്ഞു പോയിരുന്നു. ഒന്നാമത്തെ പോയിന്റ്, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നീതി ആയോഗിൻ്റെ ചെയർമാനാണ്. വളരെയധികം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു ചെയർമാൻ എന്താണ് പ്രധാനമന്ത്രിയാണെന്നുള്ളൊരു കാര്യം. രണ്ടാമത്തേത്, പ്ലാനിംഗ് കമ്മീഷനെ പോലെ നീതി ആയോഗിനും സ്ഥിരമായ 5 വർഷത്തെ കാലാവധി ഉണ്ട് എന്നുള്ളൊരു കാര്യം അവിടെ നിൽക്കട്ടെ. നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് ഇതുപോലെ തന്നെ ലൈവ് ക്ലാസ്സിൽ നിന്ന് കൃത്യമായിട്ട് എടുക്കാമായിരുന്നു. ഗവേണിംഗ് കൗൺസിലിനകത്ത് ചീഫ് മിനിസ്റ്റേഴ്സ്, എല്ലാ സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഇവിടെ നമ്മൾ ഉറപ്പാക്കി. ഓക്കെ, എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നുണ്ട്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഒരു ഭരണഘടനാ സ്ഥാപനമല്ല നീതി ആയോഗ് എന്ന് പലതവണ ആവർത്തിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു എക്സിക്യൂട്ടീവ് ബോഡിയാണ്. ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പാർലമെന്റിന്റെ ആക്ട് വഴി വന്നിട്ടുള്ള ഒരു സ്ഥാപനവുമല്ല. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഈ 4ാമത്തെ ചോദ്യം ഔട്ടാക്കിയാൽ തന്നെ ഇതും പോയി. പിന്നെ നമ്മുടെ മുന്നിലുള്ളത് ഒന്നെങ്കിൽ 1 മാത്രം, അല്ലെങ്കിൽ 1ഉം 3ഉം മാത്രം എന്നുള്ള ഒരു ആൻസറിലേക്കാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി 3 എന്നത് നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നു എന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പം 3 എന്നത് ഉറപ്പാണ്, ശരിയാണെന്ന് 100% ഉറപ്പാണ്. കാരണം മിറാക്കിൾ ലൈവ് ബാച്ചിലും മാരത്തോൺ ക്ലാസ്സിലും അടക്കം നിരവധി തവണ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞിട്ടുണ്ട് ഗവേണിംഗ് കൗൺസിലിൽ ആരൊക്കെയാണ് വരുന്നത് എന്ന്. ചെയർമാൻ ആരാണ്, വൈസ് പ്രസിഡന്റ് ആരാണ്, CEO ആരാണ്, പിന്നെ പെർമനന്റ് മെമ്പേഴ്സ് ആരാണ്, എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് ആരാണെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിരുന്നു, പേരുകളടക്കം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? 3 ശരിയാണ്, 4 തെറ്റാണ് എങ്കിൽ ഈ ഒരു ഓപ്ഷൻ അല്ലാതെ പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല. ഓക്കെ, അങ്ങനെ 1ഉം 3ഉം മാത്രമാണ് ഈ ഒരു 20ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനെ എങ്ങനെ ഡീല് ചെയ്യണം എന്ന് നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായി കാണും എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ ക്വസ്റ്റ്യനകത്തുള്ളത് നമ്മൾ പഠിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചിലപ്പോൾ ഈ ചോദ്യത്തിനകത്ത് വരണമെന്നില്ല. പക്ഷേ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് എലിമിനേറ്റ് എങ്ങനെ ചെയ്യാൻ കഴിയും എന്നതാണ് ഞാനിവിടെ സംസാരിച്ചത്. ഇവിടെ 2ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ പോയതേ ഇല്ല. 2ാമത്തെ പോയിന്റ്
അറിയുന്നവർക്കും ഇത് അറ്റംപ്റ്റ് ചെയ്യാം, അറിയാത്തവർക്കും ഇതെങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാമായിരുന്നായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇത് ഡയറക്റ്റ് ചോദ്യമായിരുന്നു, നമ്മുടെ ചോദ്യത്തിൽ നിന്നുള്ള ഡയറക്റ്റ് ചോദ്യമായിരുന്നു. പിന്നെ NNB അറ്റ് ഫാക്ടർ കോസ്റ്റ് ഓൾറെഡി പറഞ്ഞു പോയ കാര്യമായിരുന്നു. ഇനി ഈ പല ചോദ്യങ്ങളുടെയും ഇപ്പം നമ്മൾ കണ്ടുപോയ പല ചോദ്യങ്ങളുടെയും എല്ലാ പോയിന്റുകളും നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. ഒരു ചോദ്യത്തിന് 4 പോയിന്റ് ഉണ്ട് എങ്കിൽ ആ 4 പോയിന്റുകളും നമ്മളിവിടെ നോക്കിപ്പോയിട്ടില്ല. നമുക്ക് അറിയാവുന്ന പോയിന്റുകൾ വെച്ചിട്ട് നമ്മൾ ആ ആൻസറിലേക്ക് എത്തുകയായിരുന്നു ഇത്രയും സമയം നമ്മളിവിടെ ചെയ്തത്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ 5-ൽ 5 മാർക്കും നേടാൻ തക്കതായിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് 5-ൽ 5 മാർക്കും നമുക്ക് ഈ എക്സാമിന് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത മിറാക്കിൾ ബാച്ച് 2 നമ്മൾ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഫേസിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ മിറാക്കിൾ ബാച്ച് 2 ആണ് ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഇനിയിപ്പം 30 ദിവസത്തെ ക്രാഷ് ബാച്ച് ആയിരിക്കും ഇതിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ 40 ദിവസത്തെയാണോ തുടങ്ങിയിരുന്നത്, ഇനി ഇത് 30 ദിവസത്തെ ക്രാഷ് ബാച്ചാണ് തുടങ്ങുന്നത്. ഇനി 30 ദിവസത്തെ ടൈം ടേബിൾ കാണുമായിരിക്കും. 10 മോഡൽ എക്സാംസ് ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി മെൻറ്റർഷിപ്പ്, അതുപോലെ തന്നെ 10 മോഡൽ എക്സാംസ്, 10 ഡേയ്സ് ടൈം ടേബിളിൽ കൃത്യമായിട്ടുള്ള ലൈവ് ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമായിട്ട് മിറാക്കിൾ ബാച്ച് 2.0 ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ എക്സാമിനേഷന് വന്നിട്ടുള്ള എക്കണോമിക്സിൻ്റെ ചില ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു പൂർവ്വ വിദ്യാർത്ഥിയാണ്, PSC ഫീൽഡിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള ആളാണെങ്കിലും വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളെ സംബന്ധിച്ച് പ്രീവിയസ് ഇയർ ഒക്കെ നിങ്ങൾക്ക് മനഃപ്പാടമായിരിക്കും. പക്ഷേ പുതിയതായിട്ട് വന്നിട്ടുള്ള ആളെ സംബന്ധിച്ച് പ്രീവിയസ് ഇയർ ഏതാണ് പുതിയത് ഏതാണെന്നൊന്നും അവർക്കറിയണമെന്നില്ല. പക്ഷേ നമുക്ക് കിട്ടിയ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്ത് പോയി. ആ ടോപ്പിക്കുകളിൽ നിന്നെല്ലാം എക്സാമിനേഷന് ക്വസ്റ്റ്യൻസ് വന്നു. അങ്ങനെ 5-ൽ 5 മാർക്ക് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി, ആൻസർ കറക്റ്റ് ആക്കാൻ പറ്റി. അപ്പോൾ ഇവിടെയും 30 ദിവസത്തെ ടൈം ടേബിൾ വെച്ചിട്ടാണ് അടുത്ത ബാച്ച് തുടങ്ങുന്നത്. അപ്പോൾ അടുത്ത ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ടവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് സെക്രട്ടറി അസിസ്റ്റൻറ്റിന് ഫേസ് 2 ഇനിയിപ്പോൾ ഏകദേശം 28-ാം തീയതിയോടെയാണ് നമുക്ക് ഫേസ് 2-ലേക്കുള്ള എക്സാം വരുന്നത്. അപ്പോൾ ഫേസ് 2-ന് വേണ്ടി കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുക. ഹോട്ട് ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ഏത് മേഖലയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് മനസ്സിലാക്കി പഠിക്കുക. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.